ഒരു 3/4 കിലോ കൊഴുവയുണ്ട്. അത് നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ അത് ശരിയാക്കി വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 സവോള നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ടൈപ്പ് വലിപ്പമുള്ള 2 സവോള. അത് ഇനി നന്നായി നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിലൊരു പകുതി വഴന്ന് വരുമ്പോൾ നമുക്ക് വേറെ ചിലത് ചേർക്കാനുണ്ട്. അപ്പോൾ അത് വഴന്ന് വരട്ടെ. അപ്പോൾ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്കിപ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്നായി വന്നോളൂ. ഇത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് വഴന്ന് വന്നോളൂ സവോള. അപ്പോൾ കൊഴുവ വളരെ ടേസ്റ്റിയായ മീൻ എല്ലാവർക്കും അറിയാം. നത്തോലി കൊഴുവ എന്നൊക്കെ പറയും. ഞങ്ങൾ തൃശ്ശൂർക്കാർ കൊഴുവ എന്നാണ് പറയുക. അപ്പോൾ കൊഴുവ നന്നാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമല്ല, വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീനാണ്. വളരെ ഹെൽത്തിയാണ്. എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന മീനാണ്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷെ നന്നാക്കാത്തൊരു പാടാണ്. നമുക്ക് കാണുമ്പോഴേക്കും നെറ്റി ചൊളിയും. ഇതൊക്കെ ആക്കിയെടുക്കണ്ടേന്ന് വിചാരിക്കും. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് കഴിഞ്ഞാൽ വെച്ചാലും നിർത്താലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീനാണ്. അപ്പോൾ ഇതൊരു പകുതിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ പച്ചമുളക്, ഇഞ്ചി, വേപ്പില ചതച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, അതൊരു 5-8 വെളുത്തുള്ളി, ഒരു 5-8 ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. കൂടാണ്ട് ഇഞ്ചി, പച്ചമുളക്, വേപ്പില ചതച്ചതും ഇത് വെളുത്തുള്ളി, ചുവന്നുള്ളി അരിഞ്ഞിട്ടതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണം പോണ വരെ നമ്മൾ ഇളക്കി കൊടുത്ത് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കത് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ചെറുമീൻ കാണുമ്പോൾ നമുക്കൊരു പ്രയാസമാണ്. അപ്പോൾ ഇതിലിട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ്. അതിൽ കുരുമുളകൊന്നും ചേർക്കുന്നില്ല കേട്ടോ. മുളക് ചേർക്കുന്നവർക്ക് ചേർക്കാം. അപ്പം അത്ര ചൊടിയിൽ വയ്ക്കുന്നില്ല. എൻ്റെ അപ്പൂനെ ഒഴിക്കാനുള്ളതാണ്. അല്ലെങ്കിൽ ഒരു 1/2 സ്പൂണ് കുരുമുളക് ചേർക്കാം കേട്ടോ. അപ്പം പൊടിയുടെ പച്ചമണം പോയി വന്നപ്പോൾ ഞാൻ ഒരു തക്കാളി, അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ്. അപ്പോൾ അത് ഒരെണ്ണം, ചെറുതാണെങ്കിൽ ഒരു 2 ഇട്ട് കൊടുക്കാൻ നോക്കും. അത് വലുതാണ്. ഇത് ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മീൻ നന്നാക്കാൻ ഇരുന്നിട്ടുള്ള നേരമൊക്കെ പോയി എൻ്റെ. അപ്പോൾ അത് പെട്ടെന്നായി കിട്ടാൻ വേണ്ടി ഒരു 2 സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ തക്കാളി റെഡിയായി വരും. അപ്പോൾ അതൊരുവിധം വഴന്ന് വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുടപ്പുളി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 3 ചെറിയ കുടപ്പുളി ഞാൻ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്ത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചു കൊടുത്ത് അതിനോടൊപ്പം തന്നെ കുറച്ച് വെള്ളം കൂടി, നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടതാണ്. ഈ കുടപ്പുളി പുളിയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടിയിട്ടിട്ട് അത് പറ്റിച്ചെടുക്കാം. അതിൻ്റെ സമയത്ത് നമുക്ക് ഒരു അരപ്പ് ശരിയാക്കി എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങയും 1 സ്പൂണ് ജീരകം, ചെറിയ സ്പൂണ് ജീരകം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി നല്ല നൈസായിട്ട് നമുക്ക് ജീരകമല്ല കേട്ടോ, പെരുംജീരകം, ഞാൻ തെറ്റി പറഞ്ഞു. അപ്പോൾ പെരുംജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കൂടി നന്നായി അരച്ചെടുക്കാം. പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നമ്മുടെ മീൻകറി അത് തിളച്ച് വന്നിട്ടുണ്ട്, നമ്മുടെ കുടപ്പുളി. അപ്പോൾ അതിലേക്ക് നമുക്ക് കൊഴുവിട്ട് കൊടുക്കാം. കൊഴുവിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് മൂടിയിട്ട് നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില ഞാൻ അരച്ച് ചേർത്തിട്ടുണ്ട്. വേപ്പിലയൊക്കെ കറിക്ക് നല്ലതാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മൂടിയിട്ട് വേവിക്കണം. ഇനി ഉപ്പൊക്കെ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പിട്ടതാണ്. അപ്പോൾ ഇനി
വെന്ത് വേവണോടുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഞാൻ പേസ്റ്റായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ട് കണ്ടോ, അതേപോലെ മഷി പോലെ അരച്ചു കൊണ്ടുവരണം. അപ്പോഴാണ് രസം. നമ്മൾ പാല് പിഴിഞ്ഞ് വെക്കുന്നതിലും രസമാണ് ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഇടനേരത്തൊന്ന് തുറന്നു കൊടുത്താണ് ഉപ്പൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, അടി പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നത്. അപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല. ഒന്നും കൂടി പറ്റി വന്നിട്ട് എന്നിട്ട് നമുക്ക് ചേർക്കാം. അതൊക്കെ വെള്ളമൊക്കെ കുഴപ്പമില്ല, ഒന്നും കൂടി ഒന്നാവാനുണ്ട്. ഇപ്പോൾ ഈ കൊഴുവയ്ക്ക് അങ്ങനെ അത്ര വേവൊന്നും ഇല്ലാത്ത മീൻ, അത്ര പെട്ടെന്നാവും. ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് കൊഴുവക്കറിയായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഒരുവിധം പറ്റി വന്നിട്ട് കേട്ടോ, ഇത്രയുള്ള വെള്ളം. ഇനി നമുക്ക് നമ്മുടെ അരച്ചു കൊണ്ടുവന്ന നാളികേരം ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി കേട്ടോ, നാടൻ കറി. എന്തോരം ചോറ് വേണമെങ്കിലും ഉണ്ണാം. എന്നെപ്പോലെയുള്ളവർക്ക് ചോറ് ഉണ്ണാൻ പറ്റില്ല. എനിക്കിപ്പോൾ വേണ്ട ചോറ്, എന്താണാവോ ചോറൊന്നും കഴിക്കാൻ ഇത്ര ഇഷ്ടം. വയസ്സാകുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ചെറുപ്പം പിള്ളേർക്കൊക്കെ എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ അത് നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ കട്ട കുത്തിയിരിക്കും. അപ്പോൾ ഇത് ഇനി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നിർത്തണ പോലെ നിർത്താൻ പറ്റില്ല. ഇതൊന്ന് തിളയ്ക്കണം, എന്നിട്ട് എടുക്കാം. ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് പാകണം. ഇപ്പം തന്നെ വേണ്ട, അത് കുറുതായിട്ടിരിക്കണം. ഇനി ഒന്നും കൂടി കുറുതായി വരുന്നത് തിളപ്പിക്കുമ്പോൾ. ഇപ്പം നന്നായി കുറുതായി വന്നിട്ടുണ്ടോ, അത്രയേ ഉള്ളൂ. നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് എന്താ കുറുതായ കറിയാണ്, കുറുതായ ചാറോട് കൂടിയ കൊഴുവക്കറി, നമ്മുടെ നത്തോലിക്കറി. നത്തോലി ചെറിയ മീനല്ല എന്ന് പറയുന്നത്, നല്ല ഹെൽത്തി ആയിട്ടുള്ള മീനാണ്. ഞാൻ അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, 1 സ്പൂണ്. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാൻ. അപ്പം നമ്മുടെ കൊഴുവക്കറി, നത്തോലിക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വളരെ ടേസ്റ്റിയാണ് ഈ കറി. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. താങ്ക് യു. ബൈ.